എന്തുവാ FPF. Hello all, how are you? So welcome back to the AJ Vlogs. അപ്പോൾ ഇന്ന് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കതിനെ കീസോൾ ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറയാം. ബിക്കോസ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കീസോളിൻ്റെ പ്രോഡക്ട്സ് ആണ്. സോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരും ജഡ്ജ് ചെയ്യാൻ വരരുത്. ഇത് എൻ്റെതായ രീതിയിലുള്ള എൻ്റെ മാത്രം ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എല്ലാവരും നോർമലി ഹെയർ ഒക്കെ ഓൾറെഡി ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യും. മേക്കപ്പ് ചെയ്തതിന് ശേഷം ഹെയർ സെറ്റ് ചെയ്യും അങ്ങനെ. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. ഫസ്റ്റ് നമ്മൾ ഹെയർ ചെയ്യും, അതിനുശേഷം നമ്മൾ മേക്കപ്പ് ചെയ്യും, അതിനുശേഷം നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യും. ഓക്കെ. സോ നല്ല ഹെയർ ഫോൾ ഉണ്ട്, മുടിയൊക്കെ പോയി. നിങ്ങൾക്ക് ചെയ്തിട്ടെ മുടി ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ, വോള്യൂം ഒക്കെ പോയി. സോ this comb I use for partition, okay? And for the final touch up also I used to use this one. So we'll take like this. ഞാനിപ്പോൾ ആകെ 2 ടൈപ്പ് സ്റ്റൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നോർമലി എന്നെ അറിയിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ അറിയാം. ഇവിടെ ഇങ്ങനെ പിരിച്ച് അതാണ് ഞാൻ ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പം സെൻട്രൽ പോർഷൻ ചെയ്യാറുണ്ട്, സിഗ്സാഗ്. സോ എനിവേ ഐ എം ഗോയിങ് ടു ഡു ദിസ് വൺ. സോ everybody can learn. So I take like this one portion, അതിൻ്റെ മുകളിൽ ഇതിനെ കൊണ്ട് വെക്കും. അടുത്ത പോർഷൻ എടുക്കും, ഇങ്ങനെ വയ്ക്കും. അടുത്ത പോർഷൻ. എനിക്കധികം സമയം വേണ്ട കേട്ടോ, ഞാൻ സോ എക്സ്പീരിയൻസ്ഡ് ആണ്. എല്ലാവരും എൻ്റെ അടുത്ത് വയ്ക്കും ഒത്തിരി സമയം എടുക്കൂലേ ഇതൊക്കെ കേട്ടാൻ വേണ്ടിയിട്ടും. എവിടെ സി ഫിനിഷ്ഡ്. ആൻഡ് ഇവിടെ നമ്മൾ ഇതുപോലൊരു ടിക് ടാക് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യും, ടിക് ടാക് ക്ലിപ്പ് വെച്ചിട്ട്. ഓക്കെ. ആൻഡ് ഉണ്ടോ. ആൻഡ് ദിസ് പോർഷൻ വേണമെങ്കിൽ നമ്മൾക്ക് ഇവിടെയും ഇങ്ങനെ സെക്യൂർ ചെയ്യാം. നോർമലി ഞാൻ ചെയ്യാറില്ല, പക്ഷെ ഇന്ന് എനിക്കെന്തോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ അവിടെയും നമ്മളിങ്ങനെ ചെയ്തോളൂ. പക്ഷെ ഇവിടെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഒരു ഫ്രിൽസ് നമ്മൾക്ക് കിട്ടത്തുള്ളൂ. ഫ്രിൽസ് ആണോ പിൻസ് ആണോ ലെയേഴ്സ് ആണോ എന്തോ. പിന്നെ നമ്മൾ ഇവിടെയും സെക്യൂർ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പാടാന്ന് തോന്നും, പക്ഷെ ഭയങ്കര എളുപ്പമാണ്. See how I'm looking now. നമ്മളൊരു പോണി ടൈൽ ഇടും. ഓക്കെ. So today, yeah, I'm using this one, black bag. Now see, സെക്യൂർ ആയിട്ട് എടുക്കുക. കാരണം നമ്മൾ ആ പിരിച്ച് വെച്ച മുടിയൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. ഞാൻ ഇന്നൊന്നും പറഞ്ഞില്ലേ, നമ്മൾ കീസോൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട്. ലൈക്ക് ഷുഗർ ബ്രാൻഡ് ഉണ്ട്, ലാക്മി ഉണ്ട്, മാസിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്, പിന്നെന്താ അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ, നൈക്ക, അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കീസോളിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ റൂംമേറ്റ് ചേച്ചിയാണ് കീസോൾ ബ്രാൻഡിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചേച്ചി അവരുടെ ഒരു എന്താ പറയുക, അവരുടെ പ്രോഡക്റ്റാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചേച്ചി അവരുടെ ഒരു സ്റ്റാഫായിരുന്നു. സോ ചേച്ചിക്ക് ഒത്തിരി ഡീറ്റെയിൽസ് അറിയാം കീസോളിൻ്റെ. ചേച്ചിയാണ് എനിക്ക് മോസ്റ്റ് ഓഫ് ദ കീസോൾ ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് തന്നേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്തു കൂടാം എന്നുള്ളത്. സോ ഹെയർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഫേസിലേക്കാണ്. ഞാൻ ഓൾറെഡി ക്ലെൻസൊക്കെ ചെയ്തേക്കുന്നതാണ്. ഇതെന്താ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഇന്ന് ട്രൈ ചെയ്തു. ആക്ച്വലി ഇറ്റ് ഇസ് ബ്ലൂ. നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട്
ഇങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് പിങ്ക് കളർ വരും. അതൊന്ന് ട്രൈ ചെയ്താൽ ഇപ്പം ഇത് പോകുന്നില്ല, കണ്ടോ. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്, ഇടുമ്പോൾ ഇങ്ങനെ ഈ ഒരു കളറായിരിക്കേ. ജസ്റ്റ് കാണിച്ചു തരാനാണ്. ഇപ്പം തന്നെ ഞാൻ ഇത് വൈപ്പ് ഔട്ട് ചെയ്യും, കണ്ടോ. ഇതിലും നല്ല ബ്ലൂയിഷിലാണ് ഞാൻ ഇട്ട് വെച്ചത്, കാരണം എന്നാലും അത് കളർ പിടിക്കുള്ളൂ എന്നൊക്കെ വെച്ചു. പക്ഷെ ഇട്ടത് ഇച്ചിരി കൂടിപ്പോയി. ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇട്ടതാ. സോ വൈപ്പ് ഔട്ട് ചെയ്യുക. ബ്ലൂ ബ്ലൂ ബ്ലൂ. കണ്ടോ, പോകുന്നില്ല, പെട്ടുപോയോ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഗെറ്റ് റെഡിയിലേക്ക് പോകാം, നമ്മുടെ വീഡിയോസിലേക്ക് പോകാം. സോ ഇവിടെ ഇപ്പോൾ ഭയങ്കര ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്, ഭയങ്കര ചൂടാണ്. അപ്പോൾ എനിക്കിവിടെ സൺസ്ക്രീൻ, ഞാൻ നോർമലി സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത ഒരാളാണ്, പക്ഷേ സൺസ്ക്രീൻ മസ്റ്റ് യൂസ് ആണ്. സോ ഇപ്പം എന്ത് സ്കിൻ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ഭയങ്കര ഡ്രൈ ആണ് സ്കിന്നൊക്കെ. എനിക്കിവിടെ ഒരു കളർ ഡിഫറൻസ് ഉണ്ട്. എനിവേ, ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ ഗോൾഡൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആവട്ടെ, എനിക്ക് ഒത്തിരി വർക്കൗട്ട് ആയ ഒരു പ്രോഡക്റ്റാണ്. ബ്ലാക്സ് ഒക്കെ പോകുന്നുണ്ട്. സോ ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1.5 ഇയർ കഴിഞ്ഞു. നല്ലൊരു പ്രോഡക്റ്റ്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, ഇതെടുത്തിട്ട് ഡോട്ട് ഇടും. സമയം ഓൾറെഡി പോയി, പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത ടൈം കഴിഞ്ഞു. സോ എൻ്റെ ഇടുന്ന രീതിയൊക്കെ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും, നിങ്ങളത് കാര്യമാക്കണ്ട. ഓക്കെ, ശരിയാ. എല്ലാവരും പറയും ഇങ്ങനെ ഉരച്ചിട്ടുണ്ടെങ്കിൽ ക്രീം ഒത്തിരി കയ്യിൽ വേസ്റ്റ് ആവും. സത്യമാണ്, പക്ഷെ ഞാൻ ഒത്തിരി വാരിക്കോരി ഇടുന്നത് കൊണ്ട് ആവത്തില്ല. ഇതെന്തിനാ ഇങ്ങനെ വാരി ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ തൂക്കും. ഗ്ലൂട്ടാഹയ വെളുക്കണ്ടേ, അതെന്തിനാ അങ്ങനെ കയ്യിലിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ചെറിയൊരു വെറ്റ്നസ് കിട്ടും. അപ്പം ആ വെറ്റ്നസ്സിൽ എനിക്ക് ബിബി ക്രീം ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഡ്രൈ സ്കിന്നിൽ ബിബി ക്രീം ഇടുമ്പോൾ ഭയങ്കര കട്ടയായിട്ടിരിക്കും. സോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ 2 പ്രോഡക്റ്റ്സ് ആണ് കീസോളിൻ്റെ ബിബി ക്രീം ഉള്ളത്. ഇത് SPF 50, ഇത് 30. ഇതെന്ന് വെച്ചിട്ടുണ്ട് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. പക്ഷെ ഇതാണ് എൻ്റെ ഷെയ്ഡ്, കുറച്ചും കൂടെ എനിക്ക് സൂട്ട് ഇതാണ്. തീരാറായി, ഇനി നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരാൻ പറയണം. സോ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ ഗ്ലൂട്ടാഹയുടെ കൂടെ മിക്സ് ചെയ്യും. അപ്പം നല്ലൊരു ഫിനിഷ് കിട്ടും. ഇത്ര ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിനി ഇതിന് ചന്നം പിന്നെ അവിടെ മിക്സ് ചെയ്യാം. ഓക്കെ, ഒരു ഫൗണ്ടേഷൻ കളറിൽ എൻ്റെ ഫേവറേറ്റ് ആയി കേട്ടോ. ചേച്ചി താങ്ക്സ്, ചേച്ചിയാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് തന്നെ. സോ ഞാനിപ്പോൾ ഭയങ്കര ഒരു കീസോൾ ഫാനാണ് കേട്ടോ. ഞാൻ എന്നും ചേച്ചിയോട് ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്. സോ കീസോളിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ കീസോളിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവർക്കറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. കീസോൾ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. ആക്ച്വലി ഇത് RCMൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. അവർ ഫാദർ ആൻഡ് ഡോട്ടർ കമ്പൈൻഡ് ബിസിനസ്സിൻ്റെ ആണ്. RCM ആരുടെ ചേച്ചി, അച്ഛൻ്റെ ആണോ? RCM അച്ഛൻ്റെയും കീസോൾ മകളുടെയുമാണ്. ഇതിലെല്ലാ ഐറ്റംസ്, ഈവൻ അണ്ടർവെയർസ് ഒക്കെ, അതായത് നമ്മുടെ പേഴ്സണൽ ക്ലോത്ത്സ്, വീറ്റ് ഐറ്റംസ്, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് RCM വേൾഡ് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സബ് ബ്രാൻഡായിട്ട് RCMൻ്റെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിത് കിട്ടും കേട്ടോ. ഞാൻ ഭയങ്കര ഇവരുടെ ഒരു ഫാനാണ്. സോ എനിക്ക് ഒത്തിരി RCM പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, ചേച്ചി തന്നേക്കുന്ന പ്രോഡക്റ്റ്സ് ആണുള്ളത്. എന്നാലും ഞാൻ ഭയങ്കര ഒരു ഫാനാണ് ഇവരുടെ. ചെറിയൊരു ഷൈനിങ് ഒക്കെ ഇല്ലേ, നല്ലൊരു ഗ്ലേസിങ്. സോ ഒരക്ഷരമില്ല പറയാം. ആൻഡ് നൗ നമുക്ക് ഓൾറെഡി പിരികമുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഓൾറെഡി ഞാൻ സെൻറ്റർ റിമൂവ് ചെയ്തിരുന്നു, ഒത്തിരി പേരുടെ സജഷൻ കാരണം. പക്ഷെ പിന്നെയും വന്നു തുടങ്ങി, ഇനി ഞാൻ എടുക്കത്തില്ല. സോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു ഔട്ടർ മാത്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ, ഒന്ന് ഒതുങ്ങിയിരിക്കാൻ, ഒരു മെനക്കിരിക്കുക. സെൻറ്റർ കുഞ്ഞു ഹെയർസ് ഇപ്പോൾ വരുന്നത് കൊണ്ട് ഞാൻ സെൻറ്ററിൽ ഒന്നും ചെയ്യുന്നില്ല. ഇല്ല, നമ്മൾ ജഗതിച്ചേട്ടനെ പോലെ. ഓക്കെ, ചെറിയൊരു ഔട്ടർ ലൈൻ കൊടുത്തതാണ് കേട്ടോ.
സോ ഇത് ആസിയമിൻ്റെ പ്രോഡക്റ്റ് അല്ല. ഐ വിഷ് ഐ ഷുഡ് ഗെറ്റ് ഓൾ ദ പ്രോഡക്ട്സ് ഫ്രം ആസിയം. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് അതിനുള്ള ചാൻസ് ഇല്ല. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, യുദ്ധമൊക്കെ ആയി, ഫ്ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്തിക്കാനും യാതൊരു വഴിയില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വഴി അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം. ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ പ്ലീസ് 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 ബൈ ഇറ്റ് ഫോർ മീ. സോ സി ഐബ്രോ റെഡി. ഇനിയുള്ള ടാസ്ക് എന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കീസോൻ്റെ ഐഷാഡോ പാലറ്റാണ്. ഇതൊക്കെ ചേച്ചിയുടെ ഓസിന് കിട്ടിയതാ കേട്ടോ. ചേച്ചി കൊണ്ട് തന്നതാ, ഓസല്ല, ചേച്ചി തന്നതാ. സോ നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് ഒരു വൈറ്റ് ഡ്രസ്സാണ്. സോ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ചെറിയൊരു വിങ്സ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും അങ്ങനെ വിചാരിക്കും, പക്ഷെ ഞാൻ ചെയ്യും, ഐലൈനർ യൂസ് ചെയ്യും. സോ ഇന്ന് ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡിൽ, നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഭയങ്കര കളറി തോന്നും, കീസോൾ ബ്രഷ്, ശരിക്കും കൈ കൊണ്ട് ഇടുന്നത്. ഇന്ന് നിങ്ങളെ കളിയേണ്ട ബ്രഷൊക്കെ ലൈറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് കാരണം കണ്ണ് ഇന്ന് നമ്മൾ എഴുതൂല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ ഒരു ഗോൾഡൻ നമ്മൾ കൊടുത്തേക്കാം. ഓക്കെ താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പോൾ നമ്മുടെ കാണാൻ മാത്രം ഒന്നുമില്ല, ഇച്ചിരി ഒരു ടച്ചപ്പ് കൊടുത്തതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൽ നോക്കി എഴുതിയാൽ എനിക്ക് ശരിയാവുമോ എന്നറിയത്തില്ല, അല്ലെങ്കിലേ ശരിയാവാറില്ല. സോറി, കോങ്കണ്ടാണെന്ന് ആരും വിചാരിക്കില്ല, എഴുതുമ്പോൾ ഇങ്ങനൊക്കെ വരും. വാവ്, ഇത് ശരിയായി കേട്ടോ, ഭാഗ്യം, നാണം കിട്ടില്ല. ഓക്കെ സെറ്റ്. എനിക്ക് കീസോണിൻ്റെ ലിപ്സ്റ്റിക്സ് ഒന്നുമില്ല. സോ ഞാൻ ഇന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഷുഗർ ആയിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഷുഗറിൻ്റെ റെഡ് ഹിയറിങ് 14 ഷെയ്ഡാണ്. വെരി സോ നൈസ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒത്തിരി ഞാൻ മേടിച്ചിട്ട് വരും കേട്ടോ. എൻ്റെ കയ്യിൽ സ്റ്റോക്സ് ഉണ്ടാവാറുണ്ട്, ബട്ട് കോസ്റ്റ്ലി. സോ ഇന്നിപ്പോൾ ഈ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് ഓൾറെഡി കളറുണ്ട്. സോ നമ്മൾ ഇടേണ്ട, നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ടിൻറ്റ് പോലെ ലിപ് ബാം ഇടും. ഇത് കീസോളിൻ്റെ ആണ്, പേര് മാഞ്ഞു പോയി, സോറി, ഒന്നും ചെയ്യാനില്ല. കീസോൾ. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും. ഞാൻ ഇത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇടുക കേട്ടോ, ബ്ലഷൊക്കെ. അങ്ങനെ ഇത് തീർന്നു പോയി. ഇത് ഭയങ്കര ഒരു ലുക്ക് തരും കേട്ടോ, ഒരു ഷൈനിങ്. പ്രത്യേകിച്ച് ഇവിടുത്തെ പുറത്തെ വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ബ്ലഷായിട്ട് ഇപ്പോൾ എത്ര ലിപ്സ്റ്റിക് ഇടുന്നു, ഞാനും ഇടും. കണ്ടോ, ഹൗ ആം ഐ ലുക്കിംഗ്, ആം ഐ ക്യൂട്ട്? എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് പറയണം കേട്ടോ. സോ ഇതാണ് കീസോണിൻ്റെ പ്രോഡക്റ്റ്സ്, ഇത്രയുമാണ് ഉള്ളത്. സോ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കീസോണിൻ്റെ പ്രോഡക്റ്റ്സ്. ഞാൻ അവരെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, എനിക്ക് യൂസ് ചെയ്തിട്ട് അമേസിങ് പ്രോഡക്റ്റ്സ് ആണ്. നല്ല ലാസ്റ്റിങ് എല്ലാം ഉള്ളതാണ്. സ്കിന്നിന് വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും, എനിക്കിതുവരെ പിമ്പിൾസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒത്തിരി അടിപൊളി പ്രോഡക്റ്റാണ്. സോ മസ്റ്റ് യൂസ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാം. സോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഓർണമെൻറ്റ്സ് ഇടാൻ പോവാണ്. നമ്മുടെ റാഡോയുടെ വാച്ച്, ഫസ്റ്റ് കോപ്പി, റാഡോയുടെ ഒക്കെ ഇടാനുള്ള ഞാൻ ആരായന്. ഇനി നമ്മുടെ ചെയിൻ, റിങ് കിട്ടി. ഗോൾഡ് അല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. എന്നെ ക്ലിയർ ആവുന്നില്ലല്ലോ, സോറി ഗൈസ്. ഇട്ടിട്ട് കാണിച്ചു തരാം. പിങ്ക് ആയതുകൊണ്ട് നമ്മൾ പിങ്കിലാണ് എടുത്തിരിക്കുന്നത്. കൈയൊന്നും വൃത്തിയില്ല.
അപ്പം നമ്മുടെ ഗെറ്റ് റെഡി കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ വായിച്ചു. കോസ്മെറ്റിക്സ് എനിക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, എന്നാൽ അത്രയ്ക്ക് ഒരുപാടില്ല, അത്യാവശ്യം കളക്ഷൻസ്. അതിലിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് കിസോൾ. സോ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഇവിടെ എൻ്റെ കൂടി ഉണ്ടായിരുന്നു മുന്നേ ഒരു ചേച്ചിയാണ്, ശാന്തി ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയുന്നു. സോ കിസോളിൻ്റെ പ്രോഡക്ട്സ് ആരെങ്കിലും ഫ്രീ ആയിട്ട് എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നോളൂ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പെർഫ്യൂം. സോ എനിക്ക് ഇവിടെ കുവൈത്തിൽ വന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് പെർഫ്യൂംസിൻ്റെ. എവിടെ പോയാലും ഞാൻ മേടിക്കാറുണ്ട്. ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ടച്ച് ഓഫ് ഗോൾഡ്. ഭയങ്കര സ്മെല്ല്, ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്. ഇത് എൻ്റെ മേഡം, എൻ്റെ ഫേവറേറ്റ് മേഡം ലുലു, ഷീ ഗിഫ്റ്റഡ് മീ ദിസ് വൺ. സോ താങ്ക്സ് ടു ഹർ. വെനർ ഐ ഡു യൂസ് ദിസ് വൺ എനിക്ക് എൻ്റെ മേഡത്തിൻ്റെ ഒരു ഓർമ്മ വരും. ബിക്കോസ് മേഡത്തിൻ്റെ സ്മെല്ല് ഇതാണ്. ഇനി ഇത് അടിച്ചത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ആരും വരണ്ട, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് തരാം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.